എല്ലാവരും പറയാറുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ വിപണി ഇന്ത്യയാണെന്ന്. എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിപണി ഹിന്ദുക്കളാണ്. എങ്ങനെ വേണേലും ഹിന്ദുക്കളെ വിൽക്കാം, ഹിന്ദുക്കളുടെ അടുത്ത് എന്ത് ചവറും വിൽക്കാം. ഒരിത്തിരി ഭക്തിയുടെ മേമ്പൊടി ഇട്ടാൽ മതി. അത് കൃഷ്ണൻ്റെ പേരിലാവാം, അല്ലെങ്കിൽ അയ്യപ്പനാവാം, ശിവനാവാം. ഇപ്പം പാർലമെൻറ്റിൽ കണ്ടില്ലേ, രാഹുൽ ഗാന്ധി പോലും ശിവൻ്റെ പടം പിടിച്ചുകൊണ്ട് നിൽക്കുക. ഇപ്പം ഹിന്ദു നാമം ഉപയോഗിച്ച് അല്ലെങ്കിൽ ഹിന്ദുക്കളെ ഉപയോഗിച്ച് വലിയ തോതിൽ ഹിന്ദു സമുദായത്തെ തട്ടിക്കുന്ന പ്രവണതകൾ കൂടി വരിക. രണ്ട് വ്യക്തികൾ, രണ്ടും സ്ത്രീകളാണ്, ഇപ്പോൾ വിവാദത്തിൽ നിൽക്കുകയാണ്. ഒന്ന് മലപ്പുറംകാരി ആസിയ നവാസ്. ആസിയ നവാസ് എന്ന് പറഞ്ഞ സ്ത്രീ പ്ലസ് സൈസ് മോഡലോ അങ്ങനെ സാധനമുണ്ട്, തടി കൂടിയ ആളുകളുടെ മോഡലിംഗ്, സ്ത്രീകളുടെ അങ്ങനെ ഒരു കാറ്റഗറി ഇപ്പോൾ ഉണ്ട്. നല്ല തടിച്ച ശരീരപ്രകൃതിയുള്ള ആളുകൾ മോഡലിംഗ് നടത്തുന്നതിന് വലിയ ഡിമാൻഡാണ്. അവരുടെ റീൽസും മറ്റേ ഇൻസ്റ്റയിലും ഒക്കെ ആയിരക്കണക്കിന് ആൾ കാണും. യൂട്യൂബിലും വീഡിയോസ് ഇടുക, അതിൽ നിന്ന് റവന്യൂ ഉണ്ടാക്കും. അങ്ങനെ ജീവിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട്. മോശമെന്ന് പറയില്ല, തൊഴിൽ മോഡലിംഗ് ഒരു കലയാണ്. പക്ഷേ ഈ ആസിയ മലപ്പുറംകാരിയാണ്, ആസിയ നവാസ്. അവർ മോഡലിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു കുട്ടി നിക്കറും ഒരു ടോപ്പും ഒക്കെ ഇട്ട് വയറൊക്കെ കാണിച്ച് കുറേ ഫോട്ടോഷൂട്ട് നടത്തിയോടുകൂടി അവരെ സമുദായ ഭ്രഷ്ടയാക്കിയെന്ന് അവർ പറയുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിലെ ഇൻ്റർവ്യൂവിൽ കണ്ടതാണ്. അവർ പറയുന്നത് എന്നെ അതോടുകൂടി സമുദായത്തിൽ നിന്ന് ഭ്രഷ്ടയാക്കി. അവർ ഉദാഹരണം പറയുന്നത് അൻസിബ എന്ന് പറഞ്ഞൊരു നടിയുണ്ട്, ആ നടിയേയും പുറത്താക്കി. എനിക്കറിയില്ല, എനിക്ക് ഇവരെ അങ്ങനെ ഇസ്ലാം മതത്തിൽ ഇപ്പോൾ പർദ്ദയൊക്കെ ധരിക്കുന്ന ആളുകളുണ്ടെങ്കിലും ഒരു ശരീരഭാഗങ്ങൾ കാണിച്ച് വസ്ത്രം ധരിക്കുന്ന ആളുകളെ മതഭ്രഷ്ടയാക്കുന്ന ഒരു രീതി കേരളത്തിലുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഉണ്ട് ഇവരെ പുറത്താക്കിയെങ്കിൽ അതായത് അവർ പറയുന്നത് മുസ്ലിം യുവതികൾ സിനിമയിൽ അഭിനയിച്ചാൽ പുറത്താക്കുമോ? എന്തോ അഭിനയിച്ചാലല്ല, ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ചാൽ പുറത്താക്കും. അങ്ങനെ ഒരു സംഭവം കേരളത്തിലുള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. എനിവേ ഈ സ്ത്രീ അവകാശപ്പെടുന്നു എന്നെ പുറത്താക്കി. അതുകൊണ്ട് അവർ പേര് മാറ്റിയിട്ടിരുന്ന പേര് നിള ഭാരതപ്പുഴയാണല്ലോ. ഭാരതപ്പുഴ തടിച്ചതല്ല, മെലിഞ്ഞ ഒഴുകുന്നത്. വെള്ളമില്ല, മറ്റേ ഊഷരമാണ്, ഊഷരഭൂമി. ഏതായാലും നിള നമ്പ്യാർ എന്നാണ് ഇവർ പേര് സ്വീകരിച്ചിരിക്കുന്നത്. എൻ്റെ ഒരു സംശയം, മുസ്ലിമായി പേരുകൾ ഒരു മതത്തിൻ്റെ കുത്തകയല്ല. അയ്യപ്പൻ എന്ന് വേണം ക്രിസ്ത്യാനി പേരിട്ടാലും ഒന്നും പറയാൻ പറ്റില്ല. ചാക്കോ നായർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ചാക്കോ പണിക്കർ, ഈശോ പണിക്കർ, എനിവേ സ്വീകരിക്കട്ടെ, റെയ്മണ്ടോ പണിക്കർ, എന്തെങ്കിലും പേര് സ്വീകരിക്കാം. പേരുടനെ ഒരാളൊരു പേര് സ്വീകരിച്ച ഉടനെ ഹിന്ദു മതത്തിൻ്റെ പേരെടുത്തു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കാനൊന്നും പറ്റത്തില്ല. ക്രിസ്ത്യൻ പേരും ഇടാം, വേണമെങ്കിൽ മുസ്ലിം പേരും. ഷാനവാസ് എന്ന് പറയുന്ന എത്രയോ ഹിന്ദുക്കളുണ്ട് ഷാനവാസ് എന്ന് പേരുള്ള, എനിക്കറിയാം. അതൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് ഈഴവ കമ്മ്യൂണിറ്റിയുള്ള ആളുകൾക്ക് ഇത്തരം ജോയി എന്ന് പേരുള്ള നമ്പൂതിരി ഉണ്ടോ? ജോയി ഇളമണ്ണില്ലേ ഇപ്പൊ കില ഡയറക്ടർ സ്ഥാനത്ത് നീട്ടിക്കൊടുത്തു ഈ സർക്കാർ എന്ന് പറയുന്നത്. ജോയി ഇളമൺ നമ്പൂതിരിയ. ജാതി മത ഭേദങ്ങൾക്ക് അതീതമായിട്ട് പേരിടുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയിലുള്ള പലരും കണ്ടിട്ടുണ്ട്. അതുണ്ട്. അതൊരു ബാനർജി ജോഷി, ഒരു പക്ഷേ ഗുരുദേവൻ പറഞ്ഞതുകൊണ്ട് രത്ന സിംഗ്, അല്ല ഈ ജോഷി ബാനർജി എന്നൊക്കെയുള്ള ബ്രാഹ്മണ പേരുകളാണ്. അതെ, ബ്രാഹ്മണ ജാതി പേരുകളാണ്. പക്ഷെ ഇത് അതല്ലാതെ നമ്പൂതിരി, തിരുമേനി ഇതൊക്കെ ഇടാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നില്ല. അപ്പം ഒരു ആസിയ നവാസ് ഇസ്ലാം മതത്തിൽ നിന്ന് അവർ ആരോപിക്കുന്നത് പോലെ അവരെ പുറത്താക്കി. അതുപോലും വ്യാജമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അതൊക്കെ സംശയമുണ്ട്. അവർ ഒരു പ്രീതി പിടിച്ചു പറ്റാൻ ചെയ്തത്. പക്ഷേ അവർ നിള നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചിരിക്കുന്നു. അങ്ങനെ നമ്പ്യാർ എന്നുള്ള പേര്, അങ്ങനെ നിള എന്ന പേര് ആർക്കൂടാം, അല്ലെങ്കിൽ ജാനകി എന്നോ ഭാരതി എന്നോ എന്തുവിടട്ടെ. പക്ഷെ നമ്പ്യാർ എന്നുള്ളത് പേരല്ലല്ലോ, അതൊരു ജാതിപ്പേരാണ്. ഒരു ജാതിപ്പേര് എങ്ങനെ ഇസ്ലാം മതം വിട്ടു വന്ന ഒരാൾക്ക് എങ്ങനെ സ്വീകരിക്കാൻ കഴിയും? അതെ, ഞാൻ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തോ കുറേ പോസ്റ്റുകളൊക്കെ കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ഇത് ആരാണ് പരാതിപ്പെടുക? അപ്പോൾ പത്രവാർത്തകളിലൊന്നും നമ്പ്യാർ സമാജം എന്ന് കണ്ടിട്ടില്ല. അതെ, ഇപ്പോൾ നമ്പൂതിരി പേരാണ് ഇട്ടതെങ്കിൽ, ഇപ്പം നിള നമ്പൂതിരി എന്നാണ് പേരിട്ടതെങ്കിൽ യോഗക്ഷേമ ഇടപെടാം, കേസ് കൊടുക്കാം. ഈ നമ്പ്യാർ എന്നുള്ളത് സത്യത്തിൽ നമ്പ്യാർമാർക്ക് സംഘടനയില്ലല്ലേ? ഇല്ലല്ലോ. ഞാൻ ഇങ്ങനെ ആലോചിച്ചു, ചിലപ്പോൾ ഉണ്ടാകാൻ നമ്മളറിയില്ല. പക്ഷെ നമ്പ്യാർ സമാജം എന്നോ മറ്റേ പറഞ്ഞിട്ട് നമ്മൾ കേട്ടിട്ടില്ല ഇതുവരെ. ചിലപ്പോൾ അവർ ഈ നായന്മാരിൽ ഉൾപ്പെടുന്നതാകാം, NSS. പക്ഷേ ആയിരിക്കാം. പക്ഷെ ഞാൻ മുമ്പ് ഈ കമ്മ്യൂണിസ്റ്റ് ചരിത്രം എഴുതുമ്പോൾ മാധ്യമ വാരികയിലാണ് സീരിയലൈസ് ചെയ്തിരുന്നത്. അതിൽ AKGയുടെ കാര്യം നമ്പ്യാർ എന്ന് പറഞ്ഞപ്പോൾ
ഈ നായർ സമുദായത്തിൽ തന്നെയാണെന്ന് പറഞ്ഞപ്പോൾ ഒരാൾ പ്രൊട്ടസ്റ്റ് ചെയ്ത് രംഗത്ത് വന്നിരുന്നു, നമ്പ്യാർമാരെന്ന് പറഞ്ഞാൽ നായന്മാരല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറയുന്നുണ്ട്. കൈമൾ പക്ഷെ പൊതുവിൽ നായർ കമ്മ്യൂണിറ്റിയിലാണ്. 80 വിഭാഗങ്ങളോ മറ്റോ ഉണ്ട് ഈ നായർ സമുദായത്തിൽ. മേനോൻ ഇതൊക്കെ നായന്മാർ തന്നെ, കൂടിയ നായരാണ് നമ്പ്യാർ എന്ന് എന്നൊക്കെ പറയാറുണ്ട്. ഞാനതല്ലേ സാർ ചോദിക്കുന്നത്. അപ്പോൾ ശരീര പ്രദർശനം, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, അത് ഞാൻ കാണിക്കും കാണിക്കാതിരിക്കും, ആർക്ക് പ്രശ്നം, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാതിരുന്നാൽ മതി എന്ന് പറയുന്നത് കാണിച്ചോട്ടെ, ഒരു ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷൂട്ട് അവർ മോഡലിംഗ് ജോലിയാണ്. പക്ഷേ മുസ്ലിം സമുദായത്തിൽ അത് അനുവദനീയമല്ലാത്തതുകൊണ്ട് ഹിന്ദു പേര് സ്വീകരിച്ച് ഞാൻ നമ്പ്യാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ പണി ചെയ്യുമ്പോൾ ഹിന്ദു സമുദായത്തിൽ വന്നാൽ എന്തും കാണിക്കാം എന്നൊരു ഒരു ധ്വനി അതിൻ്റെ അകത്ത് വന്നു. അതെ, അതത്ര ശരിയല്ല എന്ന് എനിക്കും തോന്നി. കാരണം ഇത് മുസ്ലിം സമുദായത്തിൽ അനുവദനീയമല്ല എന്നൊരു വിവരം എനിക്കില്ല. ഷക്കീല എത്ര സിനിമ അഭിനയിച്ചിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഷക്കീല ജാനകിക്കുട്ടി എന്ന് പേര് മാറ്റിയില്ലല്ലോ. ഇല്ല, പേര് മാറ്റിയില്ല. അവർ കുടകുന്നുള്ള ആളാണെന്നാണ് എൻ്റെ തോന്നല്. പിന്നെ രേഷ്മ എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ ഉണ്ടായിരുന്നു, അവര് മുസ്ലിം ആയിരുന്നു എന്ന് അവരുടെ പേര് വേറെന്തോ ആയിരുന്നു. അല്ലെങ്കിൽ ചർച്ചയുടെ കണ്ടിട്ടുണ്ട്, പക്ഷേ മുസ്ലിം ആണോന്ന് എനിക്കറിയില്ല. അങ്ങനെ അവരുടെ പേരും ഇതുപോലെ അസ്മ എന്നൊക്കെയാണെന്നൊക്കെ പറഞ്ഞ് ഈ ചർച്ചയുടെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. രേഷ്മ എന്നവർ ഹിന്ദു പേരിട്ടതാണ്. അപ്പോൾ ഹിന്ദുക്കളായാൽ എന്ത് തുണി അഴിച്ച് കാണിക്കാം എന്നാണോ? അങ്ങനെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. കാരണം ഇസ്ലാമിൽ ഇത് പാപമാണ്. അതുകൊണ്ട് ഞാൻ കൃഷ്ണഭക്തയാണ്, അതുകൊണ്ട് ഞാൻ ഈ പേരിട്ടു എന്നാണ് അവർ ഒരു ഇന്റർവ്യൂവിൽ കുറച്ചു നേരം ഈ ഇതിന്റെ ഭാഗമായിട്ട് കണ്ടപ്പോൾ ഞാൻ വായിച്ചു. ഹിന്ദു ആയിന്ന് അവർ പറയുന്നത്. അങ്ങനെ ഹിന്ദു ആകാനുള്ള നടപടിക്രമങ്ങൾ എങ്ങനെ ഒരാൾക്ക് ഹിന്ദു ആകാൻ പറ്റുക? ഹിന്ദു ആകാനായിട്ട് ഇപ്പോഴത്തേട്ടുള്ള ഏക സംഭവം ആര്യ സമാജത്തിൽ പോവുക എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് KV മുരളീധരൻ മഹാരാഷ്ട്രയിലൊക്കെ ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ക്യാൻസർ വന്ന് മരിച്ചുപോയി. അദ്ദേഹം കല്യാണം കഴിച്ചത് മറ്റേ MC ജോസഫ് എന്ന് പറഞ്ഞിട്ടൊരു യുക്തിവാദി ഉണ്ടായിരുന്നില്ലേ, ആ യുക്തിവാദികളുടെയൊക്കെ തലതൊട്ടപ്പന ഇരിങ്ങാലക്കുട. അദ്ദേഹത്തിൻ്റെ കൊച്ചുമകൾ എളിമ എബ്രഹാമിനെ ആണ്. അപ്പോൾ എളിമയെ ഹിന്ദു മതത്തിലേക്ക് ചേർക്കുക ചെയ്തത്, കോഴിക്കോട് ആര്യ സമാജത്തിൽ പോയിട്ട്. എന്നിട്ട് വിനീത പേരിട്ട് എൻ്റെ സുഹൃത്താണ് ഇപ്പോഴും അവർ. അപ്പോൾ ആര്യ സമാജത്തിൽ പോയി ഹിന്ദു ആകാം, പക്ഷെ ഹിന്ദു ആകാനേ പറ്റുള്ളൂ. ഹിന്ദുവിലെ ഏതെങ്കിലും ഒരു ജാതിയിൽ ചേരാൻ പറ്റില്ല. ജാതിയില്ലാത്ത ഹിന്ദു ആകാം. അതെ, ജാതിയില്ലാത്ത ഒരു ഹിന്ദു ആകാം, ഹിന്ദു പേര് സ്വീകരിക്കാം. ഹിന്ദു ആയി ഇന്ന് വീട്ടുകാരെയൊക്കെ ബോധ്യപ്പെടുത്താനും ഒക്കെ ആയിട്ടൊക്കെ വേണ്ടി വരുമല്ലോ. അതിന് ചടങ്ങുകളൊക്കെ ഉണ്ട് അവിടെ. ചടങ്ങൊക്കെ ഉണ്ട്. വെറുതെ അങ്ങോട്ട് പോയി പേരെഴുതി ഫീസ് അടച്ച് പേര് മാറ്റലല്ല, ആചാരവിധി പ്രകാരം എന്തൊക്കെയോ പൂജകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും അങ്ങനെ മതം മാറി ഇവർ ആര്യ സമാജത്തിൽ പോയി ഇവർ മതം മാറിയിട്ടില്ല. ഇല്ല. അപ്പോൾ വെറുതെ ഒരു ഹിന്ദു പേരെടുത്തു വന്നു, എന്നിട്ട് നമ്പ്യാരെന്നുള്ള വാലും വെച്ചു. എനിക്ക് വളരെ വിചിത്രമായി തോന്നിയത് ഈ സ്ത്രീയോടൊപ്പോൾ ഈ അഭിമുഖം നടത്തിയ പെൺകുട്ടി ചോദിക്കുന്നുണ്ട്, അതെങ്ങനെ നിങ്ങൾ ഹിന്ദുവാണെന്ന് പറഞ്ഞു, പക്ഷെ നമ്പ്യാരാകുന്നത് എങ്ങനെയാണ്? വളരെ ചോദ്യം എന്നറിയോ, ആനകൾക്ക് പേരിടുന്നില്ലേ? പിന്നെ അങ്ങനെ ഞാൻ വായിച്ചു എവിടെയോ അഭിമുഖത്തിലാണ് ആനകൾക്ക് രാമേന്ദ്രൻ എന്നൊക്കെ പേരിടുന്നില്ലല്ലോ. തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ, തലയെടുപ്പുള്ള ഏതിനും രാമേന്ദ്രൻ എന്ന പേര് വേണ്ട. ഗുരുവായൂർ രാമേന്ദ്രൻ്റെ പേര് നല്ല തലയെടുപ്പാണ്. പറഞ്ഞു പോരാ, ഞാൻ ശ്രദ്ധിക്കാഞ്ഞപ്പോൾ വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. അതെ. അപ്പോൾ അങ്ങനെ ഒരു ആനകൾക്കൊക്കെ ഹിന്ദു പേരിടുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തിരുന്നു. ആനകൾക്ക് ശരിയാണ്, ഹിന്ദു പേരുകളാണ് കൂടുതലിടുന്നത്. കാരണം ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റും, ആനയെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. പക്ഷേ ഈ പെട്ടെന്ന് ഓർമ്മ വന്നൊരു കഥ പ്രേക്ഷകർക്ക് വേണ്ടി പറയാം. ഈ ഗുരുവായൂർ കേശവൻ്റെ ശരിക്കുള്ള പേര് എവറസ്റ്റ് എന്നായിരുന്നു ആനയുടെ പേര്. അത് നിലമ്പൂര് അവിടെ മറ്റേ കാട്ടിൽ നിന്നൊക്കെ പിടിച്ച് കിട്ടിയതാണ്. മാപ്പിളക്കാലത്ത് നിലമ്പൂർ രാജകുടുംബം ഈ മറ്റേ തൃശ്ശൂരിൽ ശക്തൻ തമ്പുരാൻ കോവിലകത്ത് വന്ന് അഭയം തേടി താമസിച്ചു. ആ സമയത്ത് അവിടുത്തെ അമ്മത്തമ്പുരാൻ ഗുരുവായൂരപ്പന് നേർന്നു, ഞങ്ങളുടെ ഒരു ആനയെ ഇവിടെ നടക്കിരുത്തേക്കാം, എല്ലാം ശാന്തമായി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു. അങ്ങനെ നടക്കിരുത്തിയ എവറസ്റ്റ് എന്നുള്ള ആനയാണ് ഗുരുവായൂർ കേശവൻ. അത് ശരി. പക്ഷെ അത് പിന്നെ കേശവൻ തന്നെയായിരുന്നു. അതെ അതെ. അല്ല സാർ, നമ്മുടെ വിഷയത്തിലേക്ക് വന്നാലേ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഇതിനാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നാരെങ്കിലും ചോദിക്കുക. ABC ചർച്ച ചെയ്യണം. അതിനകത്തൊരു ചർച്ച ചെയ്യേണ്ട കാര്യമുണ്ട്. ആ സ്ത്രീക്ക് അവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ സ്വീകരിക്കാം, മോഡലിംഗ് മോശമല്ല, നമ്മളത് തന്നെ പറയുന്നു.
പക്ഷേ ചില വീഡിയോകളൊക്കെ വളരെ ആഭാസകരമായ വീഡിയോകൾ പോലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് വിഷയം വന്നപ്പോൾ ആ വീഡിയോസ് കുറേ എടുത്ത് കണ്ടു. അപ്പോൾ ചിലത് തനി ആഭാസം ഉള്ള വീഡിയോ വരെ ഉണ്ട്, കണ്ടിട്ടുള്ള പ്രേക്ഷകരും ഉണ്ടാവും. അപ്പോൾ എന്തും ആവട്ടെ, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, കാണുന്നവരുടെ ഇഷ്ടം. പക്ഷേ എൻ്റെ മതത്തിൽ ഇത് പറ്റാത്തതുകൊണ്ട് ഞാൻ ഹിന്ദു പേര് സ്വീകരിച്ച് ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അത് ഹിന്ദു സമുദായത്തിന് ഈ എൻ്റെ മതത്തിൽ മോശമാണ്. എൻ്റെ മതത്തിൽ ഇത് ശരിയല്ല എന്ന് പറയുന്നത് തന്നെ ഞാൻ ചോദ്യം ചെയ്യുന്നു. കാരണം ഈ മാപ്പിള ലഹള കേസുകൾ ധാരാളം ഞാൻ നോക്കിയത് കൊണ്ട് അതിൻ്റെ അകത്തും ഈ ജോലി ഉണ്ടല്ലോ, ഓൾഡസ്റ്റ് പ്രൊഫഷൻ എന്ന് പറയുന്നത്, ആ ജോലി ചെയ്തിരുന്ന ഒരു അമ്മയുടെ അല്ല, ഇവരങ്ങനത്തെ ജോലിയല്ല ചെയ്തത്, അവർ മോഡലിംഗാണ് ചെയ്തത്. ഞാൻ അതിൽ പറയുന്ന അത് തന്നെ, അതിൽ മലബാർ കലാപകാലത്ത് അതിൽ പോലും ആ ജോലി ചെയ്യുന്ന ധാരാളം ആളുകൾ ആ മതത്തിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ആളുകളും ആക്രമണം നേരിട്ട കഥകളൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ആ കൊലക്കേസുകളിൽ തന്നെ 2 എണ്ണം അമ്മയുടെ മകളുടെ കഥ വരുന്നുണ്ട്. ഇപ്പോൾ ലോകത്ത് തന്നെ ഒരാളുടെ പേര് മിയ ഖലീഫ എന്നാണ്. അത് ശരി, അങ്ങനെ ഒരു പേര് വളരെ അറിയപ്പെടുന്ന എല്ലാവരും അറിയപ്പെടുന്നു. വളരെ ഏറ്റവും പോപ്പുലിസ്റ്റ് അല്ല, ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പോൾ പോട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിന് എന്തുകൊണ്ടാണ് അസിയ നവാസ് നിള എന്നു പേര് സ്വീകരിച്ച ഒരു പരാതി നമ്പ്യാന്മാർ എന്നുള്ള വാല് ചേർത്തത് എന്തിനാണ്? അത് അതിൻ്റെ ഉദ്ദേശം ഒന്ന്, ഞാൻ ഒരു ഉന്നത ജാതിക്കാരിയാണെന്ന് സ്ഥാപിക്കാനാണ്. അതെ, ഉന്നത ജാതിക്കാരിയായ ആൾ. അത് സുനിൽ നേരത്തെ പറഞ്ഞ, ഞാൻ ഇതിലേക്ക് പതുക്കെ വരാമെന്ന് വിചാരിച്ചിട്ടാണ്. നേരത്തെ പറഞ്ഞില്ലേ വിപണിയിൽ കൂടുതൽ വിപണി മൂല്യം ആണ്. അതായത് ഉന്നത ജാതിക്കാരിയായ ഒരാൾ. അപ്പോൾ ഉന്നത ജാതിക്കാരൊന്നും വളരെ കുലസ്ത്രീകളൊക്കെ ആയിരിക്കും. അങ്ങനെ ഒരു കുലസ്ത്രീ വന്ന് തുറന്നു കാണിച്ചാൽ കൂടുതൽ മാർക്കറ്റ് ഉണ്ടാവും എന്ന് കരുതുന്നു. ഇവര് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മലബാറിലായതുകൊണ്ടാണ് നമ്പ്യാർന്ന് ചേർത്തത്. അതെ, ഇവര് നമ്മുടെ ഈ ഭാഗത്തായിരുന്നെങ്കിൽ നിള തമ്പുരാനോ നിള വർമാന്നിടുമായിരുന്നു. അപ്പോൾ എന്തായാലും അതൊരു ശരിയായ കാര്യമല്ല. ശരിയല്ലല്ലോ. ഒരു മൊത്തം അത് ഇവരുടെ ഞാൻ ഇപ്പോഴും പറയുന്നു, അവരെടുക്കുന്ന തൊഴിൽ അശ്ലീലം എന്ന് പറയാൻ തയ്യാറല്ല. അത് അവരുടെ ജോലി. പക്ഷേ ഇവർ ഈ പേര് ഉപയോഗിച്ചത് അശ്ലീലകരമായ നടപടി അല്ല. അതിൻ്റെ അകത്ത് ആ പേര് ഉപയോഗിച്ചതിൻ്റെ അകത്തൊരു ദുർനടപ്പുണ്ട്. ഉണ്ട്. അതൊരു ദുർനടപ്പാണ്. പേരിൻ്റെ കാര്യത്തിൽ അത്ര ശ്ലീലമായ കാര്യമല്ല. ഇനി മറ്റൊരു സ്ത്രീയെക്കുറിച്ച് പറയുന്നു. അതൊരു ജസ്ന എന്നൊരു സ്ത്രീയാണ്. അവർ കഴിഞ്ഞ ദിവസം കരയുന്നൊരു വീഡിയോ ഉണ്ട്. എന്നെ എല്ലാവരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്, ഞാൻ കണ്ണൻ്റെ ഭക്തയാണ്, ഞാൻ ഗുരുവായൂർ പടം, അതെ, ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അവർ കഴിഞ്ഞ ദിവസം കേരളത്തിലെ RSS കാര്യാലയമായ എളമക്കരയിലെ മാധവ നിവാസിൽ വന്നു. സുരേഷ് ഗോപിക്കൊക്കെ ഒരു കൃഷ്ണൻ്റെ പടം കൊടുത്തു, മറ്റൊരെണ്ണം അമിത്ഷായ്ക്കും കൊടുത്തു. അപ്പോൾ ഈ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ ഓടക്കുഴൽ എന്തോ അപശ്രുതിയാണ്, വായിക്കാനൊന്നും അറിയത്തില്ല, എന്തോ ശബ്ദം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ വന്നിരുന്നു. കുറേ ആളുകൾ അവരെ ചീത്ത വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ മുന്നിൽ സ്ഥിരം ചെല്ലുക, കൃഷ്ണൻ്റെ പടം വരച്ച് വിൽക്കുക, അതൊരു തൊഴിലാണെന്ന് പറയുക. അപ്പോൾ ഇപ്പോൾ വരുന്നത് ഇവർ ഒരു കപടഭക്തയാണ്. ഒരു വീഡിയോ വേറെ വരുന്നുണ്ട്, ഞാനങ്ങനെ ഹിന്ദുക്കളെ പറ്റിച്ച് ജീവിക്കുകയാണെങ്കിൽ അതിനും വേണം ഒരു കഴിവ് എന്നൊക്കെ ഇവർ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ പറയുന്ന ഒരു വീഡിയോയും അവൈലബിളാണ്. ഇവർ തന്നെ സംസാരിക്കുന്ന വീഡിയോ. അതിനിടയ്ക്ക് ഇപ്പോൾ വരുന്നു ഇവർക്കെതിരെ ചില കേസുകളുണ്ട്, ഹണി ട്രാപ്പ് കേസൊക്കെ വന്നിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ഈ കൃഷ്ണഭക്ത എന്ന പേരിൽ ഇവരിങ്ങനെ ഹിന്ദുക്കളുടെ ഇടയിൽ മറ്റൊരു വിപണി തേടുന്നുണ്ടാവുമോ? അതെ, അങ്ങനൊരു വിപണി ഇവരുടെ ശരിക്ക് ഈ ന്യായാന്യായങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനിത് നമുക്കറിയില്ല. കാരണം ഇവരെന്തോ വലിയ കാര്യം ചെയ്യുന്നതായിട്ടാണ് മുമ്പൊക്കെ ഞാൻ കരുതിയിരുന്നത്. അവിടെ കൃഷ്ണൻ്റെ ഒരു ചിത്രം, കാരണം ഇവിടെ കാര്യാലയത്തിലും ഒക്കെ കൊണ്ടുവന്നല്ലോ. അപ്പോൾ എന്തോ അതുപോലെ തന്നെ മുമ്പ് ഒരു നൃത്തം ചെയ്യുന്ന ഒരു കുട്ടിയെ ഇരിങ്ങാലക്കുട കൂടൽ മാണിക്യൻ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പ്രക്ഷോഭം ഉണ്ടായിരുന്നു. അവരിങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ടൊന്നുമില്ല, അവർ നൃത്തം ചെയ്യുന്നതാണ്, കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചതാണ്. പക്ഷേ അതിലൊരു ഇഷ്യൂ ഉള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടൽ മാണിക്യ ക്ഷേത്രത്തിൽ തന്നെ പോയി നൃത്തം ചെയ്യണം. ഭാര്യയാണ്, സഖാവാണ് അവർ. ആ കുട്ടി പേര് ഞാൻ പറയുന്നില്ല. അവർ അതിനു മുമ്പ് നടത്തിയ നൃത്തമൊക്കെ കയ്യിൽ ചെങ്കൊടിയൊക്കെ പിടിച്ച് നൃത്തം ചെയ്യുന്ന വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. അവർക്ക് ഹിന്ദു മുസ്ലിമാണ്. അതെ, ഹിന്ദുക്കൾക്ക് ക്ഷേത്ര വിശ്വാസികളായ ഹിന്ദുക്കൾക്ക് മാത്രമാണ് കൂടൽ മാണിക്യം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ പ്രവേശനമുള്ളൂ. അപ്പോൾ അത് നിയമപ്രകാരം പറ്റുള്ളൂ. ആചാരം മാത്രമല്ല, സുപ്രീം കോടതി വിധിയാ. അതെ, മാത്രമല്ല ആ അമ്പലത്തിന്റെ കമ്മിറ്റിയിലോ മറ്റോ ഏതോ മാർക്സിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമേ ഇവരെ
നേരത്തെയൊക്കെ ബുക്ക് ചെയ്തൊക്കെ അറിയിക്കുന്നതാണ്. അപ്പോൾ അവിടുത്തെ ഈ മാർക്സിസ്റ്റ് കമ്മിറ്റിക്കാരന് ആരോ ഒരാള് ഒരു പുരോഗമന നടപടി മാത്രമല്ല ഇന്നലെ എം പി ഗോവിന്ദൻ പറഞ്ഞിട്ടില്ലേ അമ്പലത്തിന്റെ കാര്യത്തിലൊക്കെ ഇടപെടണമെന്ന്. ഇങ്ങനെ ഇടപെടാനല്ല പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഈ 2 സ്ത്രീകൾ ആസിയ നവാസ്, എനിക്ക് നീള നമ്പ്യാർ എന്ന് വിളിക്കാൻ സൗകര്യമില്ല, കാരണം അവർ പേര് മാറ്റി ഗസറ്റിൽ പരസ്യമൊന്നും ചെയ്തിട്ടില്ല. ഒരാൾ പേര് മാറ്റുന്നത് അങ്ങനെയാണ്. നമ്പി അവർ ഹിന്ദു. അവരുടെ ഇന്റർവ്യൂവിൽ അവരുടെ ഈ ജോലിക്ക് എല്ലാ സപ്പോർട്ടും ഭർത്താവ് ചെയ്യുന്നതായിട്ട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഞാൻ ഈ മേഖലയിൽ ഞാനും രശ്മി ചേച്ചിയും മാത്രമാണ്, രശ്മി ശിശുപാലൻ. അവർ മുസ്ലിമാണെന്ന് ഏതോ ഒരാൾ എഴുതി കണ്ടു. അക്കാര്യത്തിൽ എനിക്ക് ഒരു ധാരണയില്ല, അറിയില്ല. സഖാക്കളാണ്, അത് എനിക്കറിയാം. കാരണം നമുക്ക് എപ്പോഴും ചെങ്കൊടിയൊക്കെ ഉണ്ട്, ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ അരിവാൾ ചുറ്റിയൊക്കെ ടാറ്റു കുത്തി നടക്കുന്നത്. ചുംബന സമരം വഴി വന്ന. അതെ അതെ അതെ, ചുംബന സമരം, ആർത്തവം, ഇതിൻ്റെയൊക്കെ സമര നായികയായിരുന്നു. അപ്പോൾ എനിവേ അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യം, അവരുടെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. പക്ഷേ ഈ 2 സ്ത്രീകൾ നടത്തുന്ന ചില ഇടപെടലുകൾ സംശയകരമാണ്. ഹിന്ദു സമുദായത്തിന് നിരക്കാത്തതാണ് ഈ നീള നമ്പ്യാർ എന്ന് പേര് സ്വീകരിച്ച് അപമാനകരമായ കാര്യമായി ബന്ധപ്പെട്ട് ഈ സ്ത്രീകള് ഹിന്ദു പേര് സ്വീകരിച്ചിട്ട് ഹിന്ദുക്കളെ മുഴുവൻ വഷളന്മാരാണ്. അതെ അതെ, ഹിന്ദു പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. കാരണം അവര് ലൂസ് മോറൽസ് ഉള്ളവരാണ് എന്ത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്നയുടെ കാര്യമല്ല, ഞാൻ വീണ്ടും ഈ അസിയ നവാസിന്റെ കാര്യത്തിൽ, അസിയ നമ്മുടെ ഹിന്ദു കുടുംബങ്ങളിലെ സ്ത്രീകൾ, അവർക്കൊന്നും അറിയത്തില്ല ഇവർ അസിയ നവാസാണോ ഇല്ലയോ എന്നുള്ളത്. സാധാരണക്കാർ അറിഞ്ഞിട്ട് ചിലപ്പോൾ അവരൊക്കെ ഫേസ്ബുക്കിലൂടെ കാണുന്ന അല്ലെങ്കിൽ യൂട്യൂബിലൂടെ കാണുന്ന ഇവരുടെ വീഡിയോസ് ആയിരിക്കും നീള നമ്പ്യാർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പൊതുവിൽ ഹിന്ദു സ്ത്രീകൾ ഇങ്ങനെയൊക്കെ മോശം പരിപാടിക്ക് പോകുന്നവരാണ്. ഇവിടെ കൊണ്ട് തീരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു ചർച്ചയും ഉയർന്നു വരുന്നുണ്ട്. അതായത് സീസണൽ ഉണ്ടല്ലോ. ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന മണ്ഡല കാലത്ത് അയ്യപ്പന്മാർ പോകുമല്ലോ, ആ സമയത്ത് ഈ ഇസ്ലാം മതം ഫോളോ ചെയ്യുന്ന ചില ആളുകളുണ്ടല്ലോ, ഹിന്ദു പേരുകളിലൊക്കെ റെസ്റ്റോറൻറ്റുകൾ. അതങ്ങനെയാണ്. അയ്യപ്പ കാലത്ത് ഇപ്പോൾ എന്താണ് മുബാറക്ക് എന്ന് പേരുള്ള ഹോട്ടലിൽ ശബരിമല സീസൺ വരുമ്പോൾ സ്വാമി അയ്യപ്പൻ ഹോട്ടലാവും. പിന്നെ എറണാകുളത്ത് ഒരു 4 ഹോട്ടലുകൾ പച്ച നിറം അടിച്ചത് ആര്യാസ് എന്ന് പറഞ്ഞു വന്നിരുന്നത് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ നടത്തുന്നത്. അവരുടെ തൊഴില്. അത് തൊഴിലല്ല, അത് ഹിന്ദു പേരിട്ടിട്ട് പലതും നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. എനിക്കറിയാം. ഞാനൊരിക്കലും ഒരു ആര്യാസിൽ, നമ്മുടെ എറണാകുളത്ത് കലൂർ ഭാഗത്തുള്ളൊരു ആര്യ ഹോട്ടൽ, കലൂർ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു. അവിടെ ഇരിക്കുന്നത്, കൗണ്ടറിലിരിക്കുന്ന ഒരു തമിഴനാണ്. നമ്മുടെ ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആളുടെ പേര് പറയുന്നില്ല. അപ്പോൾ മറ്റേ ഭഗവാന്റെ, അയ്യപ്പൻ്റെ, ഹനുമാൻ്റെ ഒക്കെ ഫോട്ടോസൊക്കെ ഉണ്ട്. പൈസ ഗൂഗിൾ പേ ചെയ്തപ്പോൾ കൊടുത്തപ്പോൾ വേറൊരു പേരാണ് വന്നത്. അപ്പോൾ അതൊക്കെ സ്വാഭാവികം, പോട്ടെ. അല്ല, അതങ്ങനെ പോകാൻ പറ്റില്ല. തിരുമേനി പായസം എന്ന് പറഞ്ഞിട്ടൊരു സാധനം അടുത്ത കാലത്ത് ഇതുപോലെ വിവാദമായിട്ട് വന്നിരുന്നു. അപ്പോൾ ആ തിരുമേനി പായസത്തിൽ നിങ്ങൾ ഇത് ഗൂഗിൾ പേ ചെയ്തു എന്ന് പറഞ്ഞപ്പോഴേ എനിക്കത് ഓർമ്മ വന്നത്. ഗൂഗിൾ പേ ചെയ്തു കഴിഞ്ഞപ്പോൾ സംഗതി വേറെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്നില്ല സാർ. ആ സമുദായത്തിൻ്റെ പേരിൽ ഇപ്പം നല്ല വെജിറ്റേറിയൻ ഫുഡ്, സമുദായത്തിനെ ആക്ഷേപിക്കുന്ന പരിപാടി സുനിലിനും ഇല്ല, എനിക്കും ഇല്ല. നമ്മൾ ചില ഇതുപോലത്തെ പുതിയ ആചാരങ്ങളാണ് അത് ഞാൻ പറയുന്നത്. അറിയാം, ഇപ്പോൾ ഒരു മുസ്ലിം ഹിന്ദു പേരിട്ട് അല്ലെങ്കിൽ ക്രിസ്ത്യാനി ഹിന്ദു പേരിട്ട് ഒരു ഹോട്ടൽ നടത്തി നല്ല ഭക്ഷണം തന്നാൽ നമുക്ക് സന്തോഷമേ ഉള്ളൂ. ഇതങ്ങനെയല്ലല്ലോ. ഞാൻ ആക്ഷേപിക്കൽ എന്ന് പറഞ്ഞാൽ അസിയ നവാസ് എന്ന് പറഞ്ഞ സ്ത്രീ അവരുടെ പ്രൊഫഷനായ മോഡലിംഗ് നടത്തുന്നു. ഏത് തരം മോഡലിംഗ് നടത്തട്ടെ, ന്യൂഡ് മോഡലിംഗ് വരെ ലോകത്ത് അംഗീകരിക്കുന്ന പ്രൊഫഷനാണ്, തർക്കമൊന്നുമില്ല. അത് മാന്യമായ ജോലി. അവരെ തൊഴിലെടുക്കുന്ന ആളെ സംബന്ധിച്ച് ഏത് ജോലിയും മാന്യമായ ജോലിയാണ്, ചെയ്തോട്ടെ. അതിന് അവർ എന്തിനാണ് നീള നമ്പ്യാർ എന്നുള്ള പേര് ഉപയോഗിച്ച് നമ്പ്യാന്മാരായിട്ടുള്ള അല്ലെങ്കിൽ നായന്മാരായിട്ടുള്ള അല്ലെങ്കിൽ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ ഇത്തരക്കാരാണ്. കാരണം എൻ്റെ സമുദായത്തിൽ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ അനുസരിച്ചു. അങ്ങനെ പറയുമ്പോൾ അതിനകത്തൊരു അപമാനിക്കലുണ്ട്. ഹിന്ദുക്കളുടെ പേരായാൽ എന്തും കാണിക്കാം എന്ന് പറയുന്നത് ഒരു മോശമാണ്. ഇനി ഞാൻ ചരിത്രത്തിൽ നിന്നൊരു കാര്യം പറയാം. ഈ അറക്കൽ കുടുംബം ഉണ്ടല്ലോ, അറക്കൽ ബീവി, ആ ചരിത്രത്തിൻ്റെ അകത്ത് ഒരു നമ്പ്യാർ കുടുംബത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ ഒരു സവർണ കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ത്രീയെ ഒരു മുസ്ലിം വിവാഹം ചെയ്തു കൊണ്ടുപോയിട്ട് അതിൽ നിന്നാണ് പരമ്പര തുടങ്ങിയതെന്ന് അറക്കൽ ബീവി കുടുംബത്തിൻ്റെ അകത്ത് ചരിത്രത്തിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അവിടെ
നമ്പ്യാർമാർ വലിയ പ്രബലരായിട്ടുള്ള ആളുകളൊക്കെ കോലത്തിരി രാജകുടുംബമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആ കാലത്തുമൊക്കെ ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഒക്കെ ഇങ്ങനെ ചരിത്രത്തിൽ ചില കഥകളൊക്കെ കണ്ടേക്കാം. അപ്പോൾ ഒരു പൈതൃക നിർമ്മിതിയും ഒരു ചരിത്ര നിർമ്മിതിയും കൂടിയാണ് ഈ നമ്പ്യാർ. അത് അങ്ങനെ കാണണ്ട. ഇത് ഹിന്ദു എനിക്കിത് മാത്രമാണ്, എൻ്റെ സമുദായത്തിൽ ഇത് വിലക്കപ്പെട്ടതാണ്. അതുകൊണ്ട് ഞാൻ ഹിന്ദുവിൻ്റെ പേരിട്ടു, ഞാൻ ഈ പണി, ഈ പ്രൊഫഷൻ ഞാൻ തുടരും. ഹിന്ദുക്കളുടെ പേരിട്ട് കഴിഞ്ഞാൽ എൻ്റെ മതത്തിൽ ഇത് പറ്റില്ല, ഹിന്ദു മതത്തിൽ എന്തും ആകാം എന്നുള്ള അവരുടെ ഒരു ഭാവം അത് ശരിയല്ല. അത് ഒരു വലിയ ജനവിഭാഗത്തെ ആക്ഷേപിക്കലാണ്, ഹിന്ദുക്കളെ ആക്ഷേപിക്കലാണ്. അതുകൊണ്ട് ആ പ്രസ്താവന ഇവർ പിൻവലിക്കണം. പിന്നെ അവർ ഹിന്ദു പേരിട്ട് നീള എന്ന പേര് അവരിട്ടോട്ടെ, നമ്പ്യാരെന്നുള്ള പേരിടുന്നത് അവരുടെ കച്ചവട മൂല്യം കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ്. പിന്നെ ജസ്നയുടെ കാര്യത്തിൽ കേസുണ്ടോ ഇല്ലയോ എന്നൊക്കെ അത് കോടതി നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, അവർക്ക് പടം വരയ്ക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവരെ ഇങ്ങനെ കൊണ്ടാടി നടക്കുന്ന ആളുകൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. അതൊക്കെ നോക്കണം. ആചാരങ്ങൾ മറ്റേ ഏത് സമുദായം നോക്കുന്നത് പോലെ ഹിന്ദുക്കൾക്ക് നോക്കാൻ അവകാശമുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ചിത്രം ഒരു മുസ്ലിം പെൺകുട്ടി വരച്ചുകൂടാടുകയില്ല, ആ വരച്ചാൽ ഹിന്ദുക്കൾക്ക് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ പക്ഷേ ഗുരുവായൂരപ്പനെയും ഹിന്ദുക്കളെയും കച്ചവടത്തിന് മാത്രമായി ഉപയോഗിക്കുകയാണോ എന്നുള്ള ആശങ്ക ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റല്ല താനും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.